MLA PK ബഷീറിനെതിരെ ഇതുവരെ തെളിവില്ലെന്ന് IG S ഗോപിനാഥ് വ്യക്തമാക്കി. കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ മമ്പാടിനടുത്ത് പുള്ളിപ്പടത്തു നിന്നും കണ്ടെടുത്തു. ഈ വർഷം ജനുവരിയിൽ നടന്ന അത്തീഖ് റഹ്മാൻ കൊലപാതകത്തിന്റെ പ്രതികാരമാണ് കുനിയിൽ ഇരട്ടക്കൊലപാതകമെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തലവൻ IG S ഗോപിനാഥൻ പറഞ്ഞു. കേസിലെ മുഴുവൻ പ്രതികളും ഉടൻ പിടിയിലാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ സംഭവത്തിൽ ഉൾപ്പെട്ട ആക്ച്വലായിട്ട് നടന്ന കുറ്റകൃത്യമുണ്ടല്ലോ, ആ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട ആളുകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൽ ഇപ്പോൾ ഒന്നും പറയാറായിട്ടില്ല. ഈ നേരിട്ട് വന്ന് ചെയ്ത കൂട്ടത്തിലൊന്നും MLA എന്തായാലും ഇല്ല. കേസിൽ ഇന്നലെ അറസ്റ്റിലായ പെരുമ്പറമ്പ് ചീക്കുളം റിയാസ്, മമ്പാട് വയലിലകത്ത് ഫിറോസ് ഖാൻ എന്നിവരെ മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കൊലപാതകികളെ രക്ഷപ്പെടാൻ സഹായിച്ചതാണ് ഇവർക്കെതിരായ കുറ്റം. നേരത്തെ കൊല്ലപ്പെട്ട അത്തീഖ് റഹ്മാന്റെ ബന്ധുക്കളാണിവർ. അതിനിടെ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ പുള്ളിപ്പാടത്തെ കരിങ്കൽ ക്വാറിയിൽ നിന്ന് കണ്ടെത്തി. 10 വടിവാൾ, 3 കത്തികൾ, 1 കടാര, 6 മുഖംമൂടികൾ എന്നിവയാണ് കണ്ടെടുത്തത്. കേസുമായി ബന്ധപ്പെട്ട് 8 പേർ കൂടി പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. മുഖ്യപ്രതി എന്ന് കരുതുന്ന മുക്താറിനെ വിദേശത്തു നിന്ന് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും അന്വേഷണ സംഘം ആരംഭിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം. PK ബഷീറിനെ തേജോവധം ചെയ്യാൻ ശ്രമമെന്ന് എടവണ്ണ പഞ്ചായത്ത് പ്രമേയം പാസാക്കി. പ്രമേയത്തെ CPM അംഗങ്ങളും പിന്തുണച്ചു. പ്രമേയത്തെ അനുകൂലിച്ച 4 CPM അംഗങ്ങളിൽ ഒരാൾ പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. അതിനിടെ അരീക്കോട് ഇരട്ടക്കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ പോലീസ് കണ്ടെത്തി. PK ബഷീർ MLAയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം തുടർച്ചയായ 3-ാം ദിവസവും നിയമസഭ സ്തംഭിപ്പിച്ചു. പ്രശ്നത്തിൽ നാളെ രാജ്ഭവൻ മാർച്ച് നടത്താൻ പ്രതിപക്ഷ നേതാക്കളുടെ യോഗം തീരുമാനിച്ചിട്ടുണ്ട്.